അപ്പോൾ ഷാജി, ചായ ആണ് മുഖ്യ ബിസിനസ്, വരുമാന മാർഗം. തീർച്ചയായിട്ടും. അല്ലേ? എത്ര വർഷമായി ചായയുടെ കച്ചവടം തുടങ്ങിയിട്ട്? 40 വർഷം അടുക്കാറായി. 40 വർഷത്തോളമായി ചായയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചായ? തുടക്കത്തിലെ അമ്മയും ഞാനും പിന്നെ ഇടയ്ക്കുള്ള ഒരു ചേട്ടനും ഉണ്ടായിരുന്നു, എന്റെ നേരെ മൂത്ത ആള്. ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കല്, മെയിനായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കണം. അതെ. ഇപ്പൊ ഞാൻ മാത്രമായി. അമ്മയ്ക്ക് പ്രായമായി, പിന്നെ റോഡിലൊന്നും നടക്കാൻ പറ്റില്ല. ചായ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് വലിയ ഫ്ലാസ്കിലാക്കി സൈക്കിളിൽ വെച്ച് കെട്ടി സപ്ലൈ ഈ സൈക്കിളിലാണ് കൊണ്ടുപോകുന്നത്. അതെ. പിന്നെ ഇപ്പൊ വൈഫ് സഹായിക്കാൻ വരും. ഒറ്റയ്ക്ക് നമുക്ക് റൂട്ടിൽ വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഫ്ലാസ്കുകളിലാക്കി ചില കടകളിൽ കൊടുത്താൽ മതി. 9 മണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല 10 മണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് 12 മണിക്ക് കാലിയായ ഫ്ലാസ്ക് എടുത്താൽ മതി. അപ്പൊ അങ്ങനെ സ്ഥിരം സെന്ററുകളുണ്ട് നമുക്ക്. ഈ 40 വർഷമായിട്ട് നമുക്ക് സ്ഥിരമുള്ള കടകളാണ് എല്ലാം. അപ്പൊ അവിടെ ഇങ്ങനെ ഫ്ലാസ്ക് കൊണ്ട് പിന്നെ അത് വളരെ ചുരുക്കം കടകളില്. ബാക്കി അതൊരു 5-6 കടകളിൽ അങ്ങനെ കൊടുക്കും. ബാക്കി നമ്മള് ഓഫീസില്, ബാങ്കിലൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കടകളിലൊക്കെ സ്റ്റാഫൊക്കെ ഉള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് പോരും. ശരി. ഇപ്പൊ ഒരു സ്ഥാപനം ചെല്ലും, അവിടെ ഒരു 15 ചായ, അതവിടെ 15 കൊടുക്കുക. ചിലപ്പോ വൈകുന്നേരം പിറ്റേ ദിവസം ചിലപ്പോ 15 പേര് ഉണ്ടായിരുന്നു വരില്ല. 2 പേരോ 3 പേരോ ഒക്കെ കുറവായിരിക്കാം. എന്തായാലും കടകളുണ്ട്, സ്ഥിരം കടകളാണ് അല്ലേ? അവിടെ എല്ലാം ഇങ്ങനെ ചായ കൊടുക്കുക. ചായ മാത്രമേ ഉള്ളൂ അതോ? ഇപ്പൊ ചായ മാത്രമേ ഉള്ളൂ. ഇവിടെ വീടിന്റെ പരിസരത്തും തുടങ്ങി നമ്മള് അവിടം വരെ, ധനലക്ഷ്മി ബാങ്കിന്റെ അവിടം വരെയാ പോകുന്നു. രാവിലെയും വൈകുന്നേരം 2 നേരം പോകുന്നുണ്ട്. 2 നേരം അല്ലേ? അപ്പൊ ഈ എത്ര ചായ പോവും ശരാശരി? കുഴപ്പമില്ല, ജീവിച്ചു പോകുന്നുണ്ട്. ആരൊക്കെയുണ്ട് ഇവിടെ? അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ട്. മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, SVLP സ്കൂളില്. മകൻ BCom ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുന്നത്. എന്തെങ്കിലും ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞോളൂ. മോള് പേരെന്തായിരുന്നു പറഞ്ഞ? അവന്തിക. 4ാം ക്ലാസ് ആണ് അല്ലേ? അച്ഛൻ പെട്ടെന്ന് ഫേമസ് ആയി അറിഞ്ഞോ? ആൾക്കാരൊക്കെ ധാരാളം വരുന്നുണ്ടല്ലോ അച്ഛനെ കാണാൻ. ചെറിയ പുള്ളിയൊന്നും അല്ല അല്ലേ? ഇതുപോലെ കുറെ ആൾക്കാർ വരുന്നില്ലേ? അച്ഛനെ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലേ? സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിച്ചോ? ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ കാര്യം? അവന്തിക ഫേമസ് ആയില്ലേ സ്കൂളില്? ഷാജിയുടെ മോളാണ് ഇല്ലേ? ഭയങ്കര സംഗതിയായി. അമ്മയുടെ മകൻ ഒരു അഭിമാനമാണ് പെട്ടെന്ന് അല്ലേ? അതായത് ഉള്ളിലുള്ള ഒരു ഷാജിയെ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയെന്ന് നമ്മൾ കരുതുള്ളൂ. കാരണം ഉള്ളിൽ അങ്ങനെ ഒരു ഷാജി ഉണ്ടായിരുന്നു. ആ ഷാജി പെട്ടെന്ന് പുറത്തേക്ക് ഒരവസരത്തിൽ വന്നു അല്ലേ? അതൊരു മനസ്സാണ്, ഒരു മാനസികാവസ്ഥയാണ്. തീർച്ചയായും ഒരു അഭിമാനത്തെ രക്ഷിച്ചതാണ്. തീർച്ചയായും ഒരുപാട് സന്തോഷിക്കാം, അഭിമാനിക്കാം നമുക്ക് അല്ലേ? തീർച്ചയായും. ഷാജിയുടെ ഭാര്യയാണ്. എന്താ പേര്? എന്ത് ഈ സഹായം തന്നെ എന്നെ സഹായിച്ചത്? 2 മക്കളാണ്. ഈ പുതിയ സംഭവവികാസം എങ്ങനെയുണ്ട്? തീരെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചാണല്ലേ? നല്ല കാര്യമാണ്. ഭർത്താവ് ചെയ്തു സന്ദർഭത്തില് പിന്നെ സ്ത്രീയുടെ മാനം രക്ഷിക്കാനായിട്ട് ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു നേച്ചറാണ് ഷാജിയുടെ. അതെ അല്ലേ? ഉള്ളിലൊരു നന്മയുള്ള സാഹോദര്യമുള്ള ഒരു മനുഷ്യനാണ് അല്ലേ? അതിന് അവസരം കിട്ടി ഇങ്ങനെ പ്രകടിപ്പിക്കാൻ ഒരവസരമായി മാത്രമേ കരുതുന്നുള്ളൂ. ഒരു പുതിയ ഷാജി അല്ല ഇത്, ഷാജി ഇതാണ് അല്ലേ? അഭിമാനം. സ്വീകരണങ്ങളൊക്കെ ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. മുഖ്യമന്ത്രി വരുന്നു എന്നൊരു ന്യൂസ് കേട്ടു, ശരിയാണോ? അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. CM-ന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. വിളിച്ചു പറഞ്ഞായിരുന്നു. കൊച്ചിയിൽ വരുമ്പോൾ ഇങ്ങോട്ട് വരും. കൃത്യമായ ഡേറ്റ് അറിഞ്ഞില്ല. വരുമെന്ന് അറിയിപ്പ് കിട്ടി. അപ്പൊ അത് വരും. എന്ത് തോന്നുന്നു? പെട്ടെന്ന് സന്തോഷമല്ലേ? CM ഒക്കെയാണ്, കേരളത്തിലെ CM ഒക്കെയാണ് കാണാൻ വരുന്നത്. അത് കേരളത്തിൽ എത്ര പേർക്ക്? കേരളത്തിൽ നമ്മൾക്ക് ഈ 3.5 കോടി ജനങ്ങളില് എത്ര പേരെ കാണാൻ CM വരും എന്ന് മനസ്സിലാക്കേണ്ടത്. അത് വെറുതെ വരുന്നതല്ല. എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? ഇവിടെ തന്നെയല്ലേ വീട്? തൃപ്പൂണിത്തുറ
അല്ലെ? ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നത്. വളർന്നതും ഒക്കെ അല്ലേ? അപ്പൊ ഇനി ഭാവിയിൽ കൂടുതൽ പേർക്ക് പ്രചോദനമാവാനും നല്ലൊരു മനുഷ്യനായി തുടരാനും കഴിയട്ടെ. നല്ല കുടുംബജീവിതം മുന്നോട്ട് പോകട്ടെ. കുടുംബം ആകെ സന്തോഷത്തിലാവട്ടെ. മക്കളൊക്കെ വളർന്ന് നല്ല സന്തോഷത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കൂടാതെ ആശുപത്രിയിൽ കഴിയുന്ന സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും. സന്തോഷം ഷാജി.